ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഇയ്യോബ് 42-12 കഷ്ടകാലങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാണാനുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് വചനപ്രകാരം പറയാനുള്ളത്, എന്നും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയല്ല. പിൻകാലത്ത് നല്ലൊരു അനുഗ്രഹം ദൈവം നമുക്കായി കരുതി വച്ചിട്ടുണ്ട്. കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഏറ്റവും നല്ല മാതൃക യേശു കർത്താവ് പാപികൾക്കായി കഷ്ടങ്ങൾ, നിന്ദകൾ, പീഡകൾ സഹിച്ച് ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് നമ്മുടെ കഷ്ടങ്ങളിൽ നാം കർത്താവിൽ സന്തോഷിക്കണം. പ്രാർത്ഥിക്കുന്ന, കഷ്ടമനുഭവിക്കുന്ന ദൈവപൈതന് ലോകത്തിലും സ്വർഗത്തിലും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കഷ്ടങ്ങളും നഷ്ടങ്ങളും കണ്ട് നിരാശപ്പെടാതെ കർത്താവിൽ പറ്റിച്ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ സകലതും നന്മയ്ക്കായി തീരും. നാം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനാ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. കണ്ണുനീർ കണ്ടാൽ കർത്താവിന് അത് കടന്നു പോകുവാൻ കഴിയുകയില്ല. യേശു കണ്ണുനീർ വാർത്തു. നമ്മുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് ഓരോന്നിനായി ഉത്തരം ദൈവം തരും. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. നമ്മുടെ കഷ്ടങ്ങളും കണ്ണുനീരും കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരും പിശാചും. എല്ലാ ബന്ധങ്ങളും സാഹചര്യങ്ങളും കഷ്ടസമയങ്ങളിൽ നമുക്ക് പ്രതികൂലമായി മാറിയേക്കാം. എന്നാൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന നല്ല കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമുക്ക് വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന നല്ലൊരു പിതാവാണ് യേശു കർത്താവ്. നാം കഷ്ടങ്ങളിൽ നിരാശപ്പെടാതെ നമ്മുടെ പിൻകാലത്തെ മുൻകാലത്തേക്കാൾ അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. Raise your voice, in His light we're true.